ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പങ്കുവെച്ച് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ക്രിസ്തുവിന്റെ ജന്മനാട് സ്ഥിതി ചെയ്യുന്ന ബത്ലഹേമിൽ ഉൾപ്പെടെ യുദ്ധങ്ങളും വംശഹത്യയും കൊടുമ്പിരി കൊള്ളുമ്പോൾ ലോക സമാധാനത്തിന്റെ സന്ദേശമാണ് ക്രിസ്മസ് പകർന്നു നൽകുന്നത്. ജാതിമത ഭേദങ്ങൾക്കപ്പുറത്ത് ലോക സമാധാനമാണ് ക്രിസ്മസിന്റെ സന്ദേശം. മാന്യ പ്രേക്ഷകർക്ക് ഗ്രാമികയുടെ ക്രിസ്മസ് ആശംസകൾ. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ക്രിസ്മസ് പുലരിയെ വരവേറ്റ് വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. മാഹി, തലശ്ശേരി, കണ്ണൂർ, കൂത്തുപറമ്പ്, മലയോര മേഖലയിലെ വിവിധ ദേവാലയങ്ങൾ എന്നിവിടങ്ങളിലും തിരുപ്പിറവി പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളും നടന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 25 വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന വിശുദ്ധ കവാടം ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നു. ഇതോടെ ആഗോള കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷാചരണത്തിനും വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ കവാടം തുറന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശം നൽകി. യുദ്ധവും അക്രമവും കാരണം തകർക്കപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പ്രത്യാശ പകരാൻ ക്രിസ്മസിനാകട്ടെ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആശംസിച്ചു. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കന്യാമറിയത്തിന്റെയും ജോസഫിന്റെയും മകനായി യേശു ജനിച്ചു എന്നാണ് ഐതിഹ്യം. മതപരമായ പ്രാധാന്യത്തിനപ്പുറം ലോകമെങ്ങുമുള്ള എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ക്രിസ്മസ്. ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ട് മുതലാണ് ഡിസംബർ 25 ക്രിസ്മസായി ആചരിക്കാൻ തുടങ്ങിയതെന്നാണ് അറിയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.